മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നാം പലപ്പോഴും മറ്റുള്ള വ്യക്തികളെ ആശ്രയിച്ചാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാറുള്ളത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് നാം കരുതുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നാം ചില വ്യക്തികളെ കൊണ്ട് നടക്കാറുണ്ട്. അവരിലൂടെയാണ് നമ്മുടെ ജീവിതചക്രം പലപ്പോഴും മുന്നോട്ട് ഉരുളുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ആ വ്യക്തികൾ നമ്മളിൽ നിന്ന് അകലുകയും നമ്മളെ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ വലിയ മാനസിക തകർച്ചകളിലേക്കും തീരാ ദുഃഖങ്ങളിലേക്കും അത് വഴിമാറാറുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് വഴി, അധികം ആശ്രയിക്കുന്നത് വഴി വലിയ മാനസിക പ്രശ്നങ്ങളിലേക്കാണ് മനുഷ്യൻ തെന്നി നീങ്ങുന്നത്. എന്നാൽ സമൂഹത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് ഒരു പരിധിവരെ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. എങ്കിലും ആ ആശ്രയം പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുകയും മറ്റുള്ളവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരിക്കലും മറ്റുള്ളവനെ ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോഴത്തേക്കും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റുള്ളവരെ ആശ്രയിച്ചതിൻ്റെ പേരിൽ തീരാ ദുഃഖത്തിലോ വലിയ നൊമ്പരത്തിലോ മാനസിക തകർച്ചയിലോ മരണത്തിൻ്റെ വക്കിലോ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ കേൾവിയാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്ന ഈ ദൈവവചന ഭാഗത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞ് മനുഷ്യനെ ആശ്രയിക്കുന്നത് ഒരുപക്ഷെ മരണത്തിലേക്ക് പോലും വഴിമാറാനുള്ള സാധ്യതയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഏതാനും ചില വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്. 17-ാമത്തെ വയസ്സിലാണ് ഇസ്മായേലിനെയും ഹാഗാറിനെയും അബ്രഹാം അവരുടെ സ്വന്തം ഭവനം, അവർക്കും കൂടി അവകാശപ്പെട്ട ഭവനത്തിൽ നിന്ന് ഒരു തുരുത്തി വെള്ളവും അല്പം അടയും എടുത്തു കൊടുത്ത് പുറത്താക്കുന്നത്. നോക്കൂ, എത്ര ഹീനമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ദീർഘവർഷങ്ങളായിട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്നവർ, ആ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളുടെയും ഭാഗതയേക്കളാകേണ്ടുന്ന അവർ, ആ കുടുംബത്തിൻ്റെ സകല അവകാശത്തിൻ്റെയും പങ്കുപറ്റേണ്ടുന്നവർ ഒരല്പം അടയിലും ഒരു തുരുത്തി വെള്ളത്തിലും ആ ബന്ധങ്ങൾ അവസാനിക്കുകയാണ്. അവരെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. വളരെ നിന്ദ്യവും ക്രൂരവുമായ ഒരു പ്രവൃത്തിയാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് എങ്കിൽ കൂടെയും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് മാനുഷികമായി നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ദൈവമാണ് അബ്രഹാമിനോട് പറയുന്നത്, അവരെ പുറത്താക്കിക്കോ, കുഴപ്പമില്ല, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നോക്കൂ, നമ്മൾ ജീവിതത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന, നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, നമ്മൾ ചുറ്റി വരിയപ്പെട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് ചിലപ്പോൾ ദൈവം നമ്മളെ പുറത്തേക്ക് കടത്തിവിടുന്നത്, അല്ലെങ്കിൽ ആ ബന്ധങ്ങളെ ദൈവം ഒഴിവാക്കി നമ്മളെ ഒറ്റയ്ക്കാക്കുന്നതിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ ഭവനത്തിൽ നിന്ന് ഹാഗാറും ഇസ്മായേലും പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ദൈവം അവരെ അനാഥരായി വിട്ടിരുന്നില്ല എന്നുള്ളതല്ലേ ദൈവവചനം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പലപ്പോഴും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ട് നമ്മൾ മുറുകി വരിയപ്പെട്ടവരാകുമ്പോഴത്തേക്കും ഒടുവിൽ അതിൻ്റെ അന്ത്യം, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് മരണമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരു വ്യക്തിയെ അധികമായി ആശ്രയിക്കുന്നത് പിന്നീട് ആ വ്യക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ള മാനസികാവസ്ഥയിലേക്ക്, മാനസിക തകർച്ചയിലേക്ക്, ഒരു ട്രോമയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ ദൈവം ചില ബന്ധങ്ങളിൽ നിന്ന് നമ്മളെ അടർത്തി മാറ്റുന്നത്, ചിലരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുന്നത് അത്തരത്തിലൊരു മാനസിക തകർച്ച നമുക്ക് വരാതിരിക്കാനും മരണത്തിലേക്ക് പോലും അത് വഴിമാറാതിരിക്കേണ്ടതിനും ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കരുതലാണ് അത് എന്ന് തിരിച്ചറിയാൻ ഈ ദൈവവചനത്താൽ ദൈവം നമ്മളെ ഒന്ന് സഹായിക്കട്ടെ. ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ നിന്ന് കർത്താവ് അകറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ നിന്ന് മറ്റുള്ളവരെയോ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെയോ ദൈവം അകറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കുക, അത് ദൈവം എന്തോ പ്രത്യേകിച്ച് ഒന്ന് കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹാഗാറിനെ അബ്രഹാമിൽ നിന്ന് അടർത്തി മാറ്റിയത് അവരെ മറ്റൊരു ജാതിയാക്കാനും അവരെ വിശേഷപ്പെട്ടിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനും അവർ സ്വയം പര്യാപ്തരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലൊരു ആവേശമുണ്ടാകട്ടെ. ആരുമില്ലെങ്കിലും നമുക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട് സഹോദരങ്ങളെ. ദൈവം നമ്മളെ ശക്തിയുള്ള കരങ്ങൾ തന്ന് നമുക്ക്
ബലം നൽകി, നമുക്ക് ജ്ഞാനം നൽകി, നമുക്ക് പ്രത്യേക കഴിവുകളും താലന്തുകളും തന്ന് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റൊരുവൻ്റെ അടിമയായിട്ട് ജീവിക്കാനോ, അവൻ്റെ കാൽച്ചുവട്ടിൽ ജീവിക്കാനോ, അവൻ്റെ ആശ്രിതനായിരിക്കാൻ വേണ്ടിയിട്ടാണോ? അതിന് വേണ്ടിയിട്ടാണോ ദൈവം നമ്മളെ അങ്ങനെ ഒന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്? അവർക്കുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ തന്നെയല്ലേ നമുക്കുള്ളത്? അവർക്കുള്ള 1.5 കിലോയുടെ തലച്ചോറല്ലേ നമുക്കുമുള്ളത്? പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? മറ്റുള്ളവരിൽ ആശ്രയിച്ച് എന്തിനാണ് നമ്മുടെ ഈ വലിയ ദുഃഖങ്ങളുടെ മീതെ ദുഃഖങ്ങൾ നമ്മളുണ്ടാക്കുന്നത്? അവരും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അതാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. യോസഫിനെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ദൈവം പുറത്താക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അവിടെ സഹോദരന്മാർ അങ്ങനെയൊക്കെ ചെയ്തു എങ്കിലും ദൈവമാണ് ആ ഒരു സെപ്പറേഷൻ വരുത്തിയത്. എന്നും അപ്പൻ്റെ മടിയിൽ സുഖത്തോടുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പ്രയോജനമുള്ളവനായി തീരത്തില്ല. 17-ാമത്തെ വയസ്സിൽ മിദ്യാന്യ കച്ചവടക്കാർക്ക് ഒരു അടിമയെ പോലെ വിറ്റുകളയപ്പെടുമ്പോൾ യോസെഫിനെ കുറിച്ചുള്ള ദൈവിക സ്വപ്നത്തിലേക്ക് ദൈവം യോസെഫിനെ നടത്തുകയാണ്. ചില ആശ്രയങ്ങൾ അറ്റുപോകുമ്പോൾ, അമ്മയപ്പന്മാരുടെ അടുക്കൽ നിന്നോ, ജീവിത പങ്കാളിയുടെ അടുക്കൽ നിന്നോ, മക്കളുടെ അടുക്കൽ നിന്നൊക്കെയോ ഒരാശ്രയം അറ്റുപോകുമ്പോഴത്തേക്കും ആരും ചിന്തിക്കരുത് ദൈവം നിങ്ങളെ തകർത്തു, ദൈവം നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് ആരും ചിന്തിക്കരുത്. ഒരിക്കലുമല്ല. അവർ ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അവരെ കൂടാതെ നമ്മൾ ജീവിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിക്കേണ്ടതല്ലേ? പലപ്പോഴും ഒരു വ്യക്തിയിൽ നമ്മുടെ എനർജി മുഴുവൻ കേന്ദ്രീകരിച്ച് ആ ഒരു വ്യക്തിയുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഒരു ഓർബിറ്റ് കണക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഇല്ല എന്നുള്ളതായി പോകുമെന്നുള്ളതാണ്. അത് വരാതിരിക്കാനാണ് ദൈവം ചിലരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതെന്ന് ഇന്ന് ഈ ദൈവവചനത്താൽ തിരിച്ചറിയാൻ കർത്താവ് നമ്മളെ ഒന്ന് സഹായിക്കട്ടെ. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന ഒരു വേദഭാഗം 32-ാമത്തെ അധ്യായത്തിലുണ്ട്. കഴുകൻ തൻ്റെ കൂടനക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ എൻ്റെ ചിറകിന്മേൽ വഹിച്ചിരിക്കുകയാണ്. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മെറ്റഫർ അത് ഇതാണ്. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത്, ചിറകടിച്ച് കയറാൻ അവരെ പരിശീലിപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ കഴുകൻ കുഞ്ഞുങ്ങളുടെ കൂടിനെ പൊളിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അവരുടെ കംഫർട്ട് സോണിനെ ആദ്യം പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ കൂട് തകർത്തതിന് ശേഷമാണ് കഴുകൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ തള്ളക്കഴുകൻ പരിശീലിപ്പിക്കുന്നത്. ആ കൂട് പൊളിയുന്നതോടുകൂടെ അവരുടെ പരിശീലനത്തിൻ്റെ ആദ്യ ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കംഫർട്ട് സോണുകൾ, ചില വ്യക്തികളുടെ ആശ്രയം എന്ന കൂടുകളെ ദൈവം പൊളിക്കുമ്പോഴത്തേക്കും ഒരു വലിയ കാര്യം ദൈവം ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു ചിന്തയിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുകയോ അവരെ നമ്മളിൽ നിന്ന് അകറ്റുകയോ ചെയ്യുന്നത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 1, അത് ദൈവത്തിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയത്തില്ല. നാളെ അവർ നിങ്ങളെ ചതിക്കാനും ഇട്ടിട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആ കാര്യം ചെയ്യുന്നത്. 2, സ്വന്തം കഴിവിലും സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കഴിവും സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കഴിവും താലന്തും സാധ്യതകളുമുണ്ട്, അതിനെ പ്രയോജനപ്പെടുത്തണം. ഒരുത്തൻ്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ, ഒരുത്തനെ മാത്രം ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ അവന് വേണ്ടിയിട്ട് നിങ്ങൾ ജോലി എടുക്കേണ്ടതായിട്ട് വരും, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ദൈവം നമ്മളെ അകറ്റുമ്പോൾ, അവരില്ലാതെ നമ്മൾ ജീവിക്കാൻ ശീലിക്കേണ്ടതിന് ദൈവം നമ്മളെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വന്തം കഴിവും സാധ്യതകളും നമ്മൾ കണ്ടെത്തുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ്. 3-ാമത്തേത് സ്വയം പര്യാപ്തരാകുക എന്നുള്ളതാണ്. എത്രത്തോളമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ആശ്രയം വയ്ക്കുന്നത് അത്രത്തോളം നമ്മൾ ചെറുതാകുകയാണ്. സ്വയം പര്യാപ്തതയാണ് ദൈവം ആ കാര്യത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്ന 3-ാമത്തെ കാര്യം. 4-ാമത്തേത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകണമെന്നുള്ളതാണ്. ഒറ്റയ്ക്ക് പടവെട്ടി ജീവിച്ച് മുന്നോട്ട് വന്നവൻ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനാണ്. മറ്റുള്ളവരുടെ തണലിൽ നിന്ന് വളരാതെ സ്വയം വെള്ളവും വളവും കണ്ടെത്തി വളർന്നവൻ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും, നമ്മൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിരിക്കുന്ന ആൾക്കാരൊക്കെ ആരുടെയെങ്കിലും ആശ്രയത്തിന് കീഴിൽ വന്നവരല്ല. അവർ ദൈവാശ്രയം മുറുകെ പിടിക്കുകയും സ്വന്തം കഴിവുകളും സാധ്യതകളും പ്രയോജനപ്പെടുത്തി സ്വയം പര്യാപ്തരായതുകൊണ്ടാണ് ഇന്ന് നമുക്കവർ ഇൻസ്പിറേഷനായി മാറിയത്. അത്തരത്തിലൊന്നാകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ചില തണലുകൾ, ചില സംവിധാനങ്ങൾ, ചില കൂടുകൾ ദൈവം പൊളിക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ഒരു വലിയ കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ ഈ ദൈവവചനത്താൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.